അടുത്തുള്ളവർ കരമൊക്കെ ഒന്ന് കോർത്ത് പിടിക്കാമോ? ഒരു സമൂഹമായിട്ടാണല്ലോ നമ്മളിരിക്കുന്നത്. കരമൊക്കെ കോർത്ത് പിടിച്ച്, ഈ കോർത്ത് പിടിച്ച കരങ്ങൾക്ക് ഒരു നിയോഗമുണ്ട്, ഒരു കുടുംബമുണ്ട്, ഒരു കണ്ണുനീരുണ്ട്. കർത്താവേ, ഭൂമിയിൽ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏതൊരു കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരുന്നുള്ള വാഗ്ദാന പ്രകാരം ദൈവമേ, ഞങ്ങൾ ഈ കോർത്ത് പിടിച്ച കരങ്ങളെയും ഇവരുടെ നിയോഗങ്ങളെയും കർത്താവെ തിരുമുമ്പിലേക്ക് ഉയർത്തുകയാണ്. അതൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? കർത്താവ് നിരന്തരം നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആലയത്തിലാണ് നമ്മൾ ഉള്ളത്. 2 ദിനവൃത്താന്തം 7:5 നമ്മൾ വായിക്കും. ഇവിടെ നിന്നുയർന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമാണെന്ന് പറഞ്ഞവൻ നമ്മുടെ ഇടയിലുണ്ട്. 2 കരങ്ങൾ ഉയർത്തി, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, ഷാലോം നൈറ്റ് വിൽ പങ്കെടുക്കുന്നവരുടെ എല്ലാവരുടെയും കണ്ണുനീരിൻ്റെ ഉറവിടങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ഈ സമയം ഉയർത്തുന്നു. തുടർന്ന് ഇവിടെ നടക്കുന്ന പരിശുദ്ധമായ ദൈവ ശുശ്രൂഷകളിലൂടെ സ്വർഗം തുറന്ന് ദൈവമേ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക്, കണ്ണുനീരിൻ്റെ ഉറവിടങ്ങളിലേക്ക്, നാളുകളായി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ഞങ്ങൾക്ക് ലഭ്യമാകാത്ത വഴികളിലേക്ക്, അടഞ്ഞ വാതിലുകളിലേക്ക് നിന്റെ ശക്തി ഇപ്പോൾ പ്രവഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വതന്ത്രമായി സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, നിന്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഷാലോം മിനിസ്ട്രിയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ഗണങ്ങളോടും പരിശുദ്ധ അമ്മയോടും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ അങ്ങയുടെ കണ്ണും കാതും ജാഗരൂകമാണല്ലോ. ദൈവമേ, നിന്റെ കണ്ണുകൾ ഞങ്ങളെ കാണട്ടെ, നിന്റെ കാതുകൾ ഞങ്ങളെ കേൾക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. വീണ്ടും ഒരു ഉണർവിന്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. വീണ്ടും ഒരു തീ ഞങ്ങളുടെ മേൽ ഇടണമേ. ആരിപ്പോയ ഞങ്ങളെ ചൂടുപിടിപ്പിക്കണമേ. കൂടുതൽ ഈ രാത്രിയിൽ അങ്ങേ ആരാധിക്കാൻ, അതിയായ സ്നേഹത്തോടെ ആരാധിക്കാൻ, യാഗത്തോടെ തുടർന്നുള്ള ശുശ്രൂഷകളിൽ വചനം കേൾക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളിലുള്ള ആത്മീയ മന്ദതകൾ, മരവിപ്പുകൾ, നിസ്സംഗതകൾ, ഭക്തിരാഹിത്യങ്ങൾ, നിരാശ, ഭയങ്ങൾ യേശുനാമത്തിൽ വിട്ടഴിഞ്ഞു പോകട്ടെ. തടസ്സ ശക്തികൾ യേശുനാമത്തിൽ മാറട്ടെ. ഹാല ഹാല ഹാല. ഭാഷാപരത്തിൽ അല്പസമയം പ്രാർത്ഥിക്കാമോ? ഹാല 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 ഹാല. അറക്കപ്പെട്ട കുഞ്ഞാടായ യേശുവിന്റെ തങ്കച്ചോരയാൽ ഞങ്ങൾ കഴുകപ്പെടട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വിദേശത്തും സ്വദേശത്തും പഠനത്തിനും ജോലിക്കുമായി പോയവർ എല്ലാവരും ഇപ്പോൾ ഞങ്ങൾ ആത്മന ഓർക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ രോഗികളായിരിക്കുന്നവരെ ഓർക്കുന്നു. വലിയ ദാമ്പത്യ തകർച്ചയിലൂടെ കടന്നു പോകുന്നവരെ ഇപ്പോൾ ഓർക്കുന്നു. കടബാധിതയിൽ ബുദ്ധിമുട്ടുന്നവരെ സമർപ്പിക്കുന്നു. ഈശോയെ, ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഓരോരുത്തരെയും ഏറ്റെടുക്കണമേ. നഷ്ടപ്പെട്ടു പോയ ചൈതന്യം വീണ്ടും ലഭിക്കുവാൻ ഈ ആലയത്തിൽ വന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഗാധമായ സുവിശേഷ തീക്ഷ്ണതയാൽ ഞങ്ങളെ വീണ്ടും നിറയ്ക്കണമേ. ആത്മാക്കളോടുള്ള വലിയ സ്നേഹം കൊണ്ട് ഞങ്ങളെ വീണ്ടും നിറയ്ക്കണമേ. പ്രാർത്ഥിക്കുന്നു ദൈവമേ, പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു. ബാലികാ ബാലന്മാരുടെ പ്രാർത്ഥനകളെ ശ്രമിക്കണമേ. ഈ കൂട്ടായ്മയ്ക്ക് ദമ്പതികളായി കടന്നു വന്നവരെ അനുഗ്രഹിക്കണമേ. യുവതി യുവാക്കൾക്ക് വേണ്ടി യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയിലുള്ള രോഗികൾക്ക് വേണ്ടി യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹാല ഹാല ഹാല. വിവാഹ തടസ്സങ്ങൾ, ജോലി തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. സ്തോത്രം ദൈവമേ. ആരാധന കർത്താവേ, സ്തുതിക്കുന്നു. ഗാനത്തോട് ചേർന്ന് നല്ലവനായ ദൈവത്തെ എല്ലാം മറന്ന് പാടി പാടി കരങ്ങളടിച്ച് നൃത്തം ചെയ്ത് ആത്മസന്തോഷത്തോടെ കാലുകളൊക്കെ മാറ്റിച്ചവിട്ടി ഇടത്തും വലത്തുള്ളവരൊക്കെ നോക്കി പ്രോത്സാഹിപ്പിച്ച് ചിരിച്ച് സന്തോഷിച്ച് നല്ല ദൈവത്തെ നമുക്ക് ആരാധിക്കാം. കരങ്ങളൊന്ന് ഉയർത്തിയടിക്കാമോ പ്ലീസ്? എല്ലാവരും ദയവായി. യേശു ഇവിടെ ഉണ്ട്. പാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തില്. കരങ്ങൾ താഴ്ത്തി ഹല്ലേലൂയ പാടി വാഴ്ത്തിടാം എൻ്റെ രക്ഷകൻ നാമത്തില്. എല്ലാവരും ചേർന്ന് പാടാമോ?
ആടിപ്പാടി കർത്താവിനെ ആരാധിക്കാം. ഇസ്രായേലിന്റെ പരിശുദ്ധനായവൻ നമ്മുടെ മധ്യത്തിലുണ്ട്. സ്തോത്രം ദൈവമേ, ഞങ്ങളെ ആരാധിക്കുന്നു. പാപത്തിൽ നിന്നവൻ രക്ഷിച്ചു, എന്റെ ക്ലേശമെല്ലാം ക്രൂശിൽ വഹിച്ചു. എന്റെ പാപത്തിൽ നിന്നവൻ രക്ഷിച്ചു, എന്റെ ക്ലേശമെല്ലാം ക്രൂശിൽ വഹിച്ചു. ആത്മാവനിറച്ചെന്നെ സ്വതന്ത്രമാക്കി, സ്തുതിക്കാൻ എനിക്കവൻ കൃപയും നൽകി. പാടി സ്തുതിക്കാൻ നമുക്ക് യേശുവിൻ നാമത്തിന്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാം രക്ഷകൻ നാമത്തിന്. പാട്ട് പാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാം രക്ഷകൻ നാമത്തിന്. യേശു തൻ കരതാരുകൾ നീട്ടി, നിത്യസ്നേഹമോടെ എന്നെ വിളിച്ചു. യേശു തൻ കരതാരുകൾ നീട്ടി, നിത്യസ്നേഹമോടെ എന്നെ വിളിച്ചു. ആത്മാവനിറച്ചെന്നെ സ്വതന്ത്രമാക്കി, സ്തുതിക്കാൻ എനിക്കവൻ കൃപയും നൽകി. പാടി സ്തുതിക്കാൻ യേശുവിൻ നാമത്തിന്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാം രക്ഷകൻ നാമത്തിന്. പാട്ട് പാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാം രക്ഷകൻ നാമത്തിന്. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി സ്വതന്ത്രമായി യേശുവിന്റെ നാമം വിളിച്ച് ആരാധിക്കുന്നു. ഇറങ്ങട്ടപ്പാ, ദൈവശക്തി ഇറങ്ങട്ടെ, ദൈവസ്നേഹം ഒഴുകട്ടെ. കർത്താവേ, ഞങ്ങൾ അങ്ങയുടേതാണ്. ഭാഷാവരത്തിൽ അല്പസമയം പ്രാർത്ഥിക്കാമോ? സ്വസ്ഥാനങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥനാ നിരതമായി തുടർന്നുള്ള ശുശ്രൂഷകളിൽ നമുക്ക് പങ്കുചേരാം. ഇന്ന് എന്ത് പറയണമെന്ന് കുറേ ദിവസമായിട്ട് ഞാൻ ആലോചിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഒരു വിഷയവും കിട്ടിയില്ല. അപ്പം ഞാൻ അങ്ങനെ സങ്കടപ്പെട്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ, ഇവിടെ ചാപ്പലിൽ ഇരുന്നപ്പോൾ ഒരു ചെറിയ സംഭവം, അത് ഒരാളുടെ അനുഭവം നിങ്ങളോട് പറയാനുള്ള ഒരു പ്രചോദനമാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ആരെപ്പറ്റി പറയുന്നുവോ ആ ആൾ ഒരു നവീകരണ അനുഭവത്തിൽ ജീവിക്കുന്ന ആളാണ്. കവല പ്രസംഗത്തിനൊക്കെ, സുവിശേഷ പ്രസംഗത്തിനൊക്കെ പോകുന്ന ആളാണ്. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം വന്നു. അദ്ദേഹം കിട്ടാവുന്നിടത്തോളം എല്ലാം സ്വരുക്കൂട്ടിയിട്ടും
കല്യാണത്തിന് 3-4 ദിവസം മുമ്പ് ബാക്കിയുള്ളപ്പോൾ വീണ്ടും 3 ലക്ഷം രൂപയുടെ കുറവുണ്ട്. 3 ലക്ഷം രൂപയും കൂടെ ഉണ്ടെങ്കിൽ കാര്യം നടക്കും. വായ്പ വാങ്ങാവുന്നവരോടൊക്കെ വായ്പ വാങ്ങി, കടം വാങ്ങാവുന്നതൊക്കെ വാങ്ങി, ഏതെല്ലാം വിധത്തിൽ സ്വരൂപിക്കുക അതെല്ലാം കൂട്ടി. എന്നിട്ടും 3 ലക്ഷത്തിൻ്റെ കുറവ്. കല്യാണത്തിന് 4 ദിവസം ബാക്കി. ഇപ്പം ഈ മനുഷ്യൻ പറയുകയാണ്, ഞാൻ എല്ലാവരോടും ചോദിക്കുന്നതും കടം വാങ്ങാൻ നടക്കുന്നതും എല്ലാം നിർത്തിയിട്ട് എൻ്റെ വീട്ടിൽ ചെറിയ ഒരു പ്രാർത്ഥനാ മുറിയുണ്ട്. അതിൻ്റെ അകത്ത് കയറി 3 ദിവസം തുടർച്ചയായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്നു. പൈസ കിട്ടാൻ പ്രാർത്ഥിച്ചില്ല, കടം കിട്ടാൻ പ്രാർത്ഥിച്ചില്ല, ഞാൻ ആകെപ്പാടെ സ്തുതിച്ചു കൊണ്ടിരുന്നു. 3 ദിവസം ഞാൻ ആരോടും മിണ്ടാതെ, ആരോടും സംസാരിക്കാതെ എൻ്റെ വീട്ടിലെ പ്രാർത്ഥനാ മുറിയിലിരുന്ന് സ്തുതിച്ചു. 3-ാം ദിവസം ആയപ്പോഴത്തേക്കും പലരും എന്നോട് വിളിച്ചു ചോദിച്ചു, കല്യാണമല്ലേ, പൈസയൊക്കെ ആയോ, ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് പൈസ തരാം എന്നൊക്കെ പറയും. ചിലർ വിളിച്ചു ചോദിക്കുന്നു, ചിലർ പൈസ കൊണ്ടുത്തരുന്നു. അങ്ങനെ 3 ലക്ഷത്തിന് പകരം ഒരു 4-5 ലക്ഷം രൂപ 3-ാമത്തെ ദിവസവും 4-ാമത്തെ ദിവസവും അദ്ദേഹത്തിന് കിട്ടി. കല്യാണം ഉദ്ദേശിച്ച പോലെ എല്ലാം കഴിഞ്ഞപ്പോഴും 1-2 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ പക്കൽ മിച്ചം വന്നു. അപ്പം അദ്ദേഹം എന്നോട് പറയുകയാണ്, എല്ലാ വഴിയും അടഞ്ഞപ്പോൾ, നീ ചോദിക്കാൻ ആരുമില്ലാതെ വന്നപ്പോൾ ഞാനിങ്ങനെ മുറിയിൽ കയറി ചുമ്മാ സ്തുതിച്ചുകൊണ്ടിരുന്നു. പൈസ തരണേന്നൊന്നും ഞാൻ പ്രാർത്ഥിച്ചില്ല, ഞാൻ വെറുതെ സ്തുതിച്ചു കൊണ്ടിരുന്നു. അപ്പം അത് ദൈവസന്നിധിയിലെത്തി. ദൈവം ആരെയൊക്കെയോ എനിക്ക് വേണ്ടി പൈസയുമായിട്ട് പറഞ്ഞു വിട്ടു. എൻ്റെ ആവശ്യം കഴിഞ്ഞ് മിച്ചവും കൂടി വന്നു. ഞാനിത് നിങ്ങളോട് പറയാൻ എനിക്കൊരു പ്രചോദനം കിട്ടിയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. നമുക്ക് പല വഴി നോക്കിയിട്ടും, പലരെ ആശ്രയിച്ചിട്ടും, പലരോട് കെഞ്ചിയിട്ടും, പലരുടെ കാല് പിടിച്ചിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന പല കാര്യവും നടക്കുന്നില്ല. അത് പണത്തിൻ്റെ കാര്യം തന്നെയല്ല, പല വിധത്തിലുള്ള കാര്യങ്ങൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ പോകുന്നില്ല. ഇപ്പം നമ്മൾ മടുക്കുന്നു, നമ്മൾ അവശത അനുഭവിക്കുന്നു, നമ്മൾ ക്ഷീണിക്കുന്നു, നമ്മുടെ മനോബലം നഷ്ടപ്പെടുന്നു, നമ്മുടെ വിശ്വാസം കുറയുന്നു, നമ്മുടെ പ്രാർത്ഥന കുറയുന്നു, ദൈവത്തോട് തന്നെ നമുക്കൊരു മടുപ്പ് തോന്നുന്നു. എങ്ങനെയൊക്കെ സംഭവിക്കാം? അപ്പോൾ ഈ തരത്തിലുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ ഞാനീ പറഞ്ഞ മനുഷ്യൻ നമുക്കൊരു മാതൃകയും പ്രചോദനവും ആകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. ഞാനിത് എൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോൾ, അല്ലെ രോഗം കലശലാകുമ്പോൾ, അല്ലെ മനസ്സ് ഭാരപ്പെടുമ്പോൾ, അല്ലെ മറ്റുള്ളവരുടെ ചില സഹകരണങ്ങൾ കിട്ടാതിരിക്കുമ്പോൾ, ചിലപ്പോൾ പണത്തിന് വിഷമം വരുമ്പോൾ ഞാനും ഇതുപോലെ വെറുതെ പള്ളിയിൽ പോയിരിക്കും. വെറുതെ പള്ളിയിൽ പോയിട്ടിരിക്കും. ചിലപ്പോൾ പാതിരാത്രിക്കായിരിക്കും, ചിലപ്പോൾ ഈ സമയത്തൊക്കെ ഇരുന്നാൽ വെളുപ്പിന് 2 മണി 3 മണി വരെയൊക്കെ ഇരിക്കും. ചിലപ്പോൾ പകലായിരിക്കും, ചിലപ്പോൾ രാവിലെ ആയിരിക്കും. ഞാനിങ്ങനെ പോയിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവം എൻ്റെ ആവശ്യങ്ങളിൽ, എൻ്റെ പ്രശ്നങ്ങളിൽ, എൻ്റെ വേദനകളിൽ, എൻ്റെ രോഗങ്ങളിൽ, എൻ്റെ സാഹചര്യങ്ങളിൽ ഇടപെട്ട് എന്തൊക്കെയോ പ്രവർത്തിക്കുന്നത്, പരിഹാരങ്ങൾ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിപ്പോൾ നിങ്ങളോടൊരു കാര്യം അപേക്ഷിക്കാൻ പോവുക. നിങ്ങൾ കുറച്ച് സമയം കണ്ണടച്ചിരുന്ന്, ഇപ്പം വേണ്ട, ഞാൻ പറയുമ്പോൾ ഒന്ന് കണ്ണടച്ചിരിക്കണം. എന്നിട്ട് ഞാൻ ചില പ്രാർത്ഥനാ നിയോഗങ്ങളൊക്കെ പറയാം. നിങ്ങൾ ആ നിയോഗങ്ങളോ
അതിന് പുറമേ നിങ്ങൾക്കുള്ള മറ്റ് നിയോഗങ്ങളെയൊക്കെ സമർപ്പിക്കുക. എന്നിട്ട് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വെറുതെ സ്തുതിക്കാൻ തുടങ്ങുക. ആദ്യം ചെറിയ സ്വരത്തിൽ തുടങ്ങി, പിന്നെ ചെറിയ സ്വരം കൂട്ടി അത്യാവശ്യം നന്നായിട്ട് ഒരു 10 മിനിറ്റ് ഒരു നോൺ സ്റ്റോപ്പ് സ്തുതിപ്പ്. അടുത്ത ആളുണ്ടോ ഒന്നും വിചാരിക്കേണ്ട. ആ മനുഷ്യൻ മുറിയിൽ കയറി വാതിലടച്ച് തനിച്ചിരുന്ന സ്തുതിച്ചത്. എന്നപോലെ ഇവിടെ അടുത്ത ആളുണ്ടോ ഒന്നും നോക്കണ്ട. ഞാൻ തനിച്ചാണ് ഇരിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങോട്ട് സ്തുതിക്കുക. കുഴപ്പമില്ലല്ലോ, ഒന്നും പറയുന്നില്ല. ചെയ്യാമല്ലേ? ചെയ്യാൻ മേലേന്ന് ഓക്കെ. എന്നാൽ ഇനി ഒന്ന് കണ്ണടയ്ക്കാം. ഇപ്പം സ്തുതിക്കേണ്ട, ഞാൻ പറയുന്നതൊന്ന് കേൾക്കുക. ഞാൻ പറഞ്ഞ സഹോദരന് സ്തുതിക്കാൻ പ്രചോദനമായത് 3 ലക്ഷം രൂപയുടെ കുറവായിരുന്നു. കല്യാണം നടക്കണ 3 ലക്ഷം രൂപയും കൂടെ വേണം. ഏത് വഴിക്ക് നോക്കിയിട്ട് അത് കിട്ടുന്നില്ല. അപ്പോഴാണ് അദ്ദേഹം സ്തുതിക്കാൻ തുടങ്ങിയത്. 3 ദിവസം. നമുക്ക് ഓരോരുത്തർക്കും ഇതുപോലെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ വ്യത്യസ്തമായ കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഒരു കാര്യമുള്ളതുകൊണ്ട് 10 കാര്യമുള്ളവരൊക്കെ ഉണ്ട്. ഞാനൊരിക്കലും ഒരു ധ്യാനം നടത്തുമ്പോൾ എല്ലാവരോടും പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഒരു പെട്ടി വെച്ചിട്ട് അതിൻ്റെ അകത്ത് എഴുതിയിടാൻ പറഞ്ഞു. പ്രാർത്ഥന നിയോഗങ്ങൾ എഴുതിയിടാൻ പറഞ്ഞു. എന്നിട്ട് അന്ന് രാത്രി ഞാൻ ഈ പ്രാർത്ഥനാ നിയോഗങ്ങളെടുത്തുനിന്ന് വായിച്ചു നോക്കി. പിന്നെ അത് വെച്ച് പ്രാർത്ഥിക്കാൻ. അതിൻ്റെ അകത്ത് ഒരാൾ എഴുതിയിട്ടിരിക്കാൻ ഒറ്റ നിയോഗമുള്ളൂ. കർത്താവേ, എനിക്ക് പരിശുദ്ധാത്മാവിനെ തരണമേ. കർത്താവേ, എനിക്ക് പരിശുദ്ധാത്മാവിനെ തരണേ. വേറെ ചിലർ ഒത്തിരി നിയോഗങ്ങൾ എഴുതിയിട്ടിട്ടുണ്ട്. ഇനി വേറൊരാൾ എഴുതിയിട്ടൊരൊറ്റ നിയോഗമേ ഉള്ളൂ. അതിതാണ്, എൻ്റെ കർത്താവേ, എനിക്ക് ടച്ച് ഫോൺ ഉപയോഗിക്കാനുള്ള ഒരു കൃപ കിട്ടണേ. ടച്ച് തോണ്ടുന്ന ഫോണില്ലേ, അത് ഉപയോഗിക്കാൻ എനിക്ക് അറിയത്തില്ല. എൻ്റെ ഈ ഫോണുണ്ട്, എനിക്കത് ഉപയോഗിക്കാൻ അറിയത്തില്ല. അതിനുള്ളൊരു അനുഗ്രഹം എനിക്ക് കിട്ടണേ. ഇപ്പം ഞാൻ പറഞ്ഞത്, ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ തുടങ്ങി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വരെയുള്ള ഉന്നതമായ കാര്യങ്ങൾ വരെ പലർക്കും പലതും നിയോഗമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കാനുണ്ടാകും. അതൊന്നും തെറ്റല്ല. ടച്ച് ഫോൺ ഉപയോഗിക്കാനുള്ള കൃപ കിട്ടുന്നതും ചോദിക്കുന്നതും തെറ്റല്ല. ആ വ്യക്തിക്ക് അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ അത്തരത്തിലുള്ള നിയോഗങ്ങളെ ഒന്ന് സമർപ്പിക്കുക കണ്ണടച്ചിരുന്നു. നിങ്ങൾക്ക് ഏറ്റവും അനിവാര്യമായ, നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും അത്യാവശ്യമായ നിയോഗങ്ങൾ ഒന്ന് ഈശോയ്ക്ക് സമർപ്പിക്കുക. ആ കൂട്ടത്തിൽ പല കാര്യങ്ങളുണ്ടാകും. ചിലതൊക്കെ ഞാൻ സൂചിപ്പിക്കാം. ഒരുപാട് പേർക്കത് രോഗങ്ങളായിരിക്കാം. നിർഗന്ധാൽ മുതൽ ഉള്ളംകാലം വരെയുള്ള ഓരോരോ അവയവങ്ങൾ അനുഭവപ്പെടുന്ന രോഗങ്ങൾ. ആ കൂട്ടത്തിൽ രോഗങ്ങൾ കാണും, വ്യാധികൾ അഥവാ മാറാരോഗങ്ങൾ കാണും. പെട്ടെന്ന് സുഖമാകുന്ന രോഗങ്ങളെ നമ്മൾ രോഗങ്ങളെന്നും, വിട്ടുമാറാത്ത ദീർഘകാലം നിലനിൽക്കുന്ന രോഗങ്ങളെ വ്യാധികൾ അഥവാ മാറാരോഗങ്ങളെന്നും പറയും. ഇത് രണ്ടുമുള്ളവർ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ, അല്ലെ എന്നെ കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ. ഇപ്പം രോഗങ്ങളെയും സമർപ്പിക്കുക, മാറാവ്യാധികളെയും സമർപ്പിക്കുക. വളരെ പ്രത്യേകമായിട്ട് ഈ കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരുപാട് പേരെ അലട്ടുന്ന ഒന്നാണ് ശരീരത്തിലെ വേദനകൾ. പ്രത്യേകിച്ച് കഴുത്തിൻ്റെ വേദന, കൈകളുടെ വേദന, തോളിൻ്റെ കട്ടുകഴപ്പ്, നടുവേദന, മുട്ടുകളുടെ വേദന, ഇരിക്കാൻ മേല, നിൽക്കാൻ മേല, നടക്കാൻ മേല, അങ്ങനത്തെ അവസ്ഥകൾ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ളതാണ് നിൽക്കുക, ഇരിക്കുക. എന്ത് ചെയ്യണമെങ്കിലും നമ്മൾ ഈ കൈക്കും കാലിനുമൊക്കെ ചലനം വേണം. എഴുന്നേക്കാനും ഇരിക്കാനും കിടക്കാനും നടുവിന് ബലം വേണം. ഇതൊന്നും ഇല്ലാത്ത ആളുകളുണ്ട്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ഞാൻ അങ്ങനെയുള്ള രോഗങ്ങൾ അനുഭവിക്കുന്നതിന് സമർപ്പിക്കുകയാണ്. കഴുത്ത് വേദന, തോള് വേദന, കൈയാലുകളുടെ വേദന, കട്ടുകഴപ്പ്, നടുവിൻ്റെ വേദന,
കാൽമുട്ടുകളുടെ വേദന, കാലിൽ നീര്, ഇങ്ങനെയുള്ള രോഗങ്ങളുള്ളവരെ ഞാൻ പ്രത്യേകമായിട്ട് സമർപ്പിക്കുക. അതുപോലെ മറ്റു ചില മാറാരോഗങ്ങൾ, ക്യാൻസർ. നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടാകും. ഞാനതിൻ്റെ ചികിത്സയ്ക്ക് വിധേയപ്പെട്ട ആളെ ഇപ്പോഴും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. കാണുമ്പോൾ ഒന്നുമില്ല, ഇപ്പം എന്നെ കണ്ടാലും ആർക്കിങ്ങനെ രോഗമുണ്ടെന്നൊന്നും പറയില്ല. പക്ഷെ നമ്മൾ ഒത്തിരി സഹിക്കുന്നുണ്ട്, ശരീരത്തിൽ ഒത്തിരി സഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്യാൻസർ രോഗികളൊക്കെ തന്നെ ശരീരത്തിലും അതിനേക്കാളുപരി മനസ്സിലും കണ്ടമാനം സഹിക്കുന്നുണ്ട്. മറ്റൊന്നാണ് ഹൃദ്രോഗങ്ങൾ. ഹൃദ്രോഗികൾക്കിടെ ഏറ്റവും അസ്വസ്ഥതയും പേടിയും. മറ്റെന്ത് രോഗം വന്നാലും ഒരു ഡോക്ടറെ കാണിക്കാൻ, ചികിത്സ നേടാൻ സമയം കിട്ടും. അത് ക്യാൻസറാണേലും, അത് കിഡ്നി രോഗമാണെങ്കിലും, അത് കരരോഗമാണെങ്കിലും, അത് അസ്ഥിരോഗമാണെങ്കിലും, മറ്റെന്ത് രോഗമാണെങ്കിലും ഒരു ആശുപത്രി പോകാൻ, ഡോക്ടറെ കാണാൻ, ചികിത്സ നേടാൻ സമയം കിട്ടും. എന്നാൽ ഹൃദ്രോഗികൾക്ക് പലപ്പോഴും ഈ സമയം കിട്ടാറില്ല. അതാണ് അവരുടെ ഏറ്റവും വലിയ പേടി. ഒരൊറ്റ വേദന ഇളകിയാൽ ചിലപ്പോൾ ജീവിതം അങ്ങ് തീരും. അതുകൊണ്ട് ഈ ഹൃദ്രോഗികൾക്ക് ഹൃദ്രോഗത്തിന് പുറമെ ദൈവമേ പെട്ടെന്നെങ്ങാനും ഈ രോഗം വരുമോ, വല്ലതും സംഭവിക്കുമോ എന്ന വലിയ ആധിയും ഭയവും ഉത്കണ്ഠയുമുണ്ട്. ഈ രോഗമുള്ളവരുടെ കുടുംബാംഗങ്ങൾക്ക് ഈ വലിയ വേദനയുണ്ട്. അതുകൊണ്ട് എല്ലാ ഹൃദ്രോഗികളെയും ഞാൻ സമർപ്പിക്കുകയാണ് സൗഖ്യത്തിന് വേണ്ടി. അതുപോലെയുള്ള മറ്റ് രോഗങ്ങൾ, നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, കുടുംബത്തിലെ അസ്വസ്ഥതകൾ, പഠനം, പരീക്ഷ, ജോലിയൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെ ഓരോരുത്തർക്കും പലതും സമർപ്പിക്കാനുണ്ടാകും. കാരണം അതില്ല. ആ ചേട്ടനെ പോലെ 3 ലക്ഷം രൂപ കുറവാണ്, അതില്ല. അതുപോലെ പലതും ഇല്ല, അല്ല വേണ്ടാത്തത് പലതും ഉണ്ട്. ഇതിനെല്ലാം നിങ്ങൾ സമർപ്പിക്കുക. എന്നിട്ടിത് മാറ്റാനോ തരാനോ ഒന്നും പ്രാർത്ഥിക്കേണ്ട. ഇതെല്ലാം കർത്താവിന് ഇപ്പോൾ അങ്ങ് കൊടുക്കുക, സമർപ്പിക്കുക. ഇത്രയും മാത്രം പറയുക, കർത്താവേ ഇതാ ഞാൻ, ഇതാണ് എൻ്റെ അവസ്ഥ, ഇതാ ഞാൻ കടന്നു പോകുന്ന വഴികൾ, എനിക്ക് ഇതിനെ പരിഹരിക്കാൻ പറ്റുന്നില്ല, ഇത് പരിഹരിച്ച് തരാൻ പറ്റുന്ന ആളുകളുമില്ല. ഞാൻ പരലിലേക്ക് നോക്കി പരലിൽ പ്രത്യാശ വെച്ചു, അതൊന്നും എനിക്ക് ഗുണകരമായില്ല. വിചാരിച്ചവരൊന്നെങ്കിൽ സഹായിച്ചില്ല, അല്ലെ സഹായിക്കാൻ അവർക്ക് പറ്റുന്നില്ല, നിവൃത്തികേടാണ് അവർക്കും. അതുകൊണ്ട് ആരുമില്ലാത്തൊരവസ്ഥയാണ്, നിവൃത്തികെട്ട ഒരവസ്ഥയാണ്. കർത്താവെ, അതുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ ഞാൻ ഈ അവസ്ഥകളെ സമർപ്പിക്കുക. ഒരു 3 ലക്ഷം രൂപയല്ല, അതുപോലെ ഓരോരോ കാര്യങ്ങളെ ഞാൻ സമർപ്പിക്കുക. എന്നിട്ട് ഞാൻ വിശ്വാസത്തോടെ പ്രത്യാശയോടെ അങ്ങയെ സ്തുതിക്കാൻ തുടങ്ങുക. കർത്താവേ, നീ സർവസമ്പന്നനാണ്, ഏത് നന്മയും ആവശ്യത്തിൽ കൂടുതൽ നിൻ്റെ പക്കലുണ്ട്. എല്ലാ തിന്മകളുടെയും രോഗങ്ങളുടെയും മേലെ നിനക്ക് അധികാരവും ശക്തിയുമുണ്ട്. നീ പറഞ്ഞാൽ അത് നടക്കും. നീ പറഞ്ഞാൽ പിശാചുക്കൾ വിട്ടുപോകും. നീ പറഞ്ഞാൽ രോഗങ്ങൾ മാറും. നീ പറഞ്ഞാൽ കടബാധ്യത നീങ്ങിപ്പോകും. നീ പറഞ്ഞാൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. നീ പറഞ്ഞാൽ ശരീരത്തിലെ എല്ലാ രോഗങ്ങളും എല്ലാ വേദനകളും വിട്ടുപോകും. നീ പറഞ്ഞാൽ കഴുത്തിൻ്റെ വേദന മാറും. നീ പറഞ്ഞാൽ കൈകാലുകളുടെ വേദന മാറും. നീ പറഞ്ഞാൽ നടുവേദന മാറും. നീ പറഞ്ഞാൽ കാൽമുട്ടിൻ്റെ വേദന മാറും. നീ പറഞ്ഞാൽ അസ്ഥികളുടെ തേയ്മാനം മാറും. നീ പറഞ്ഞാൽ ക്യാൻസർ രോഗികൾ സുഖപ്പെടും. നീ പറഞ്ഞാൽ ഹൃദ്രോഗികൾ സുഖപ്പെടും. നീ പറഞ്ഞാൽ കുടുംബത്തിന് മേലുള്ള എല്ലാ ശാപത്തിൻ്റെയും പാപത്തിൻ്റെയും പൈശാചിക ശക്തികളുടെയും ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും. കർത്താവേ, അതുകൊണ്ട് ഇതെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ സ്തുതിക്കുകയാണ്. നിങ്ങൾ സ്തുതിക്കുമ്പോൾ ഞാൻ വിവിധങ്ങളായ മേഖലകൾ സമർപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി ഹീലിങ്ങിന്, ഡെലിവറൻസിന് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കേണ്ട, ഞാൻ എന്താ പറയുന്നത്, എന്താ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. നിങ്ങൾ സ്തുതിച്ചുകൊണ്ടിരുന്നാൽ മതി. സ്തുതിച്ചു തുടങ്ങുക, ചെറിയ സ്വരത്തെ സ്തുതിച്ചു തുടങ്ങുക. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം, ഈശോ ആരാധന. കർത്താവേ സ്തോത്ര, ദൈവമേ നന്ദി, ഈശോയെ നന്ദി. സർവശക്തനായ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുന്നു. സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സർവ്വത്തിന് മേലും
അധികാരമുള്ള കർത്താവെ, ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. കർത്താവെ, നീ പറഞ്ഞാൽ അത് സംഭവിക്കും. നീ പറഞ്ഞാൽ രോഗം മാറും. നീ പറഞ്ഞാൽ ദുഷ്ടാരൂപികൾ വിട്ടുപോകും. നീ പറഞ്ഞാൽ മനസ്സ് ശാന്തമാകും. നീ പറഞ്ഞാൽ ആത്മാവിന്റെ അഭിഷേകം കിട്ടും. കർത്താവെ, അതുകൊണ്ട് ഈ പ്രിയപ്പെട്ടവര് അവരുടെ വേദനകളെ, ദുഃഖങ്ങളെ, രോഗങ്ങളെ, പ്രതികൂല സാഹചര്യങ്ങളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ അങ്ങ് സ്തുതിക്കുകയാണ്. കർത്താവെ, സ്തുതിക്കുവാനായി ഇവരുടെ ഹൃദയം തുറക്കണമേ. സ്തുതിക്കുവാനായി ഇവരുടെ അധരങ്ങൾ തുറന്നു കൊടുക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങ് എഴുന്നള്ളി വന്ന് ഇവരുടെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കവനെ പഠിപ്പിക്കണമേ. ഇവരോടൊപ്പം പ്രാർത്ഥിക്കണമേ. ഒരു വലിയ അഭിഷേകം നൽകണമേ. ഒരു വലിയ പ്രചോദനം നൽകണമേ. എല്ലാം മറന്ന് കർത്താവിനെ സ്തുതിക്കുവാനുള്ള വലിയ അഭിഷേകം കെട്ടട്ടെ. വലിയ കൃപ കെട്ടട്ടെ. ഹൃദയത്തിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ. നാവിന്റെ കെട്ടുകൾ അഴിയട്ടെ. ഹൃദയം തുറന്ന്, അധരം തുറന്ന് എല്ലാവരും കർത്താവിനെ സ്തുതിക്കട്ടെ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം, ഈശോ ആരാധന. കർത്താവെ നന്ദി. കർത്താവെ, എല്ലാ വേദനകളും, എല്ലാ ദുഃഖങ്ങളും, എല്ലാ രോഗങ്ങളും, എല്ലാ പൈശാചിക ആധിപത്യങ്ങളും, എല്ലാ ശാപത്തിന്റെയും പാപത്തിന്റെയും കെട്ടുകളെയും എല്ലാം സമർപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ സ്തുതിക്കുന്നത്. കർത്താവെ, ഈ സ്തുതിയുടെ കീർത്തനത്തിൽ കെട്ടുകൾ അഴിഞ്ഞു പോകട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ. രോഗങ്ങൾ സുഖപ്പെടട്ടെ. പൈശാചിക സ്വാധീനങ്ങൾ വിട്ടുപോകട്ടെ. കർത്താവെ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുക്കളെയൊക്കെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന, ബന്ധിച്ചിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ദുഷ്ടപിശാചികളെയും നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പീഡാസനവും കുരിശുമരണവും ഉത്ഥാനവും വഴി സകലത്തിന്മേൽ അധികാരം നേടിയ നസ്രായനായ യേശുവിന്റെ നാമത്തിൽ ഞാനിപ്പോൾ ബന്ധിച്ച് നിർവീര്യമാക്കുന്നു, പുറത്താക്കുന്നു. ദുഷ്ടാരൂപിയുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രവർത്തനങ്ങളും നിങ്ങളും നമ്മുടെ ശരീരവും മനസ്സും ബുദ്ധിയും ആത്മാവും കുടുംബാംഗങ്ങളും ഭവനങ്ങളും വസ്തുവകളും വിമോചിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യട്ടെ. പരിശുദ്ധാത്മാവുകൾ ഏറ്റെടുക്കട്ടെ. ഇപ്പോൾ മുതൽ ദുഷ്ടാരൂപികൾക്ക് നിങ്ങളുടെ മേലോ നിങ്ങളുടെ കുടുംബത്തിന്റെ മേലോ യാതൊരു അധികാരവും സ്വാതന്ത്ര്യമില്ലാതെ കൽപ്പിക്കുന്നു. ഇപ്പോൾ മുതൽ പരിശുദ്ധാത്മാവിനെ നയിക്കുന്നത്, പരിശുദ്ധാത്മാവുകളെ നയിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ നേതൃത്വത്തിലാണ്. മാലാഖമാരുടെ കാവലിലാണ്. വിശുദ്ധരുടെ മധ്യസ്ഥതയിലാണ്. എല്ലാ ബന്ധനവും അഴിയട്ടെ. എല്ലാ തിന്മയുടെ ശക്തികളും ബന്ധിക്കപ്പെടട്ടെ. അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന രോഗപീഠകൾ വിട്ടുപോകട്ടെ. വെറുപ്പും വിദ്വേഷവും മാറിപ്പോകട്ടെ. നിരാശയും സങ്കടവും മാറിപ്പോകട്ടെ. പൈശാചിക ആധിപത്യങ്ങൾ വിട്ടുപോകട്ടെ. മന്ത്രവാദത്തെ കൂടോത്രത്തോടൊക്കെയുള്ള താല്പര്യങ്ങൾ വിട്ടുപോകട്ടെ. ദൈവാത്മാവ് ഏറ്റെടുക്കട്ടെ. ദൈവാത്മാവ് നിറയട്ടെ. കർത്താവെ, എല്ലാ രോഗികൾക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗികൾക്ക് സൗഖ്യം നൽകുന്നതിന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ക്യാൻസർ രോഗികളും യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഹൃദ്രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ ഹൃദ്രോഗികളെല്ലാവരും സൗഖ്യം പ്രാപിക്കട്ടെ. രോഗങ്ങളും അതിന്റെ കാരണങ്ങളും ശരീരത്തിൽ നീങ്ങിപ്പോകട്ടെ. കർത്താവേ, ശരീരത്തിൽ വേദന അനുഭവിക്കുന്നവരെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കഴുത്തിന്റെ വേദനയുള്ളവര്, കഴുത്തിന്റെ എല്ലിന് തേയ്മാനമുള്ളവര് സൗഖ്യമുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ. യേശുനാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. കൈകാലുകളുടെ മരവിപ്പും വേദനയും നീർക്കെട്ടുമല്ല യേശുനാമത്തിൽ സൗഖ്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നടുവേദന മാറിപ്പോകട്ടെ. കുനിയാനും നൂരാനും കിടക്കാനും എഴുന്നേൽക്കാനും നടക്കാനും ഒക്കെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാത്തരം വേദനകളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നീങ്ങിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാൽമുട്ടുകളുടെ വേദനയും മരവിപ്പും മാറിപ്പോട്ടെ. കാലുകളുടെ വേദന നീരും മാറിപ്പോകട്ടെ. കർത്താവെ, സൗഖ്യമുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ. യേശുനാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. യേശുനാമത്തിൽ വിടുതലുണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശു ആരാധന. ദൈവമേ നന്ദി, ദൈവമേ നന്ദി. കർത്താവെ, എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. കുടുംബത്തിലുള്ള അസ്വസ്ഥതകൾ മാറിപ്പോകട്ടെ. വഴക്ക് മാറിപ്പോകട്ടെ. സ്നേഹമില്ലായ്മ മാറിപ്പോകട്ടെ. എല്ലാ അസ്വസ്ഥതകളും മാറിപ്പോകട്ടെ. കർത്താവെ, സാമ്പത്തിക മേഖലകളെ അനുഗ്രഹിക്കണമേ. മക്കളെ അനുഗ്രഹിക്കണമേ. അവർക്ക് ശുഭമായ ഭാവി നൽകണമേ. കർത്താവിന്റെ അധ്വാനങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ നാരകീയ ശക്തികളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും വന്യമൃഗങ്ങളുടെ ശല്യങ്ങളിലെല്ലാം ഇവർക്ക് ഇവരുടെ കുടുംബാംഗങ്ങൾക്കും ഭാവനത്തിനും സംരക്ഷണം നൽകണമേ. കർത്താവ്
കർത്താവെ കരുണ വർഷിക്കണമേ, കർത്താവെ കരുണ വർഷിക്കണമേ, കർത്താവെ കൃപ ചൊരിയണമേ. കർത്താവെ നിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും സംഭവിക്കട്ടെ. രോഗപീഠകൾ വിട്ടുപോകട്ടെ, ആന്തരിക മുറിവുകൾ വിട്ടുപോകട്ടെ, മനസ്സാന്തരം ഉണ്ടാകട്ടെ. കുശീലങ്ങളും തഴക്ക ദോഷങ്ങളും യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ബന്ധനങ്ങൾ അഴിയട്ടെ യേശുനാമത്തിൽ, ബന്ധനങ്ങൾ അഴിയട്ടെ യേശുനാമത്തിൽ. കെട്ടുകൾ പൊട്ടട്ടെ യേശുനാമത്തിൽ. രോഗപീഠകൾ വിട്ടുപോകട്ടെ യേശുനാമത്തിൽ. അസ്ഥിസംബന്ധമായ രോഗങ്ങൾക്ക് സൗഖ്യമുണ്ടാകട്ടെ യേശുനാമത്തിൽ. ക്യാൻസർ രോഗികൾക്ക് സൗഖ്യമുണ്ടാകട്ടെ യേശുനാമത്തിൽ. ഹൃദ്രോഗികൾക്ക് സൗഖ്യമുണ്ടാകട്ടെ യേശുനാമത്തിൽ. അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും സംഭവിക്കട്ടെ, വിടുതലുണ്ടാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം, ദൈവമേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. നീ പറഞ്ഞാൽ ദീനം മാറും, ഹല്ലേലൂയ. നീ പറഞ്ഞാൽ മരണം മാറും. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ കർത്താവേ, നീ പറഞ്ഞാൽ നടക്കും, നീ പറഞ്ഞാൽ അത് സംഭവിക്കും. യേശുവേ നീ പറഞ്ഞാൽ യേശുവേ മാറാത്തതെന്തുള്ളൂ. യേശുവേ നീ പറഞ്ഞാൽ കർത്താവേ സ്തോത്ര ദൈവമേ, അത്ഭുതങ്ങളുടെ ദൈവമേ, പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, ബന്ധനങ്ങൾ അഴിക്കുന്ന ദൈവമേ, കെട്ടുകൾ അഴിക്കുന്ന ദൈവമേ, രോഗങ്ങൾ സുഖപ്പെടുന്ന ദൈവമേ, കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവമേ, കണ്ണുനീരിൻ്റെ കാരണങ്ങളെ മാറ്റിക്കളയുന്ന ദൈവമേ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുന്നു, നന്ദി പറയുന്നു. നീയാണ് ദൈവം, നീയാണ് പരിശുദ്ധൻ, നീയാണ് ദൈവം. യേശുവേ നന്ദി. അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞ, എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞ. നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. ആയിരിക്കുന്നിടങ്ങളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട്, എല്ലാവരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രാർത്ഥന സ്വീകരിക്കാം. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്കു മതി, എനിക്കത് മതി. Glory. ഒരു വാക്കു മതി, എനിക്കത് മതി. ഒരു വാക്കു മതി, എനിക്കത് മതി. ഒരു വാക്കു മതി, എനിക്കത് മതി. ഈ ആത്മീയ ശുശ്രൂഷയിലൂടെ കർത്താവ് ലഭ്യമാക്കുന്ന അത്ഭുതകരമായ വിടുതലും വിശുദ്ധീകരണവും കുടുംബങ്ങൾക്ക് വേണ്ടി ഏറ്റെടുത്തുകൊണ്ട് രണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവായ യേശുവിന്റെ നാമം ബോധപൂർവം വീണ്ടും വിളിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവേ, കുടുംബങ്ങളുടെ മേൽ, തലമുറകളുടെ മേൽ ദൈവശക്തി ഇറങ്ങട്ടെ. കാലാകാലങ്ങളായി പൂർവികരിലൂടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൂടെ വന്ന ശാപത്തിന്റെ, പാപത്തിന്റെ, പൈശാചിക അടിമത്തങ്ങളുടെ കെട്ടുകൾ ഈ വിശുദ്ധ ജലത്തിന്റെ സമർപ്പണത്തിലൂടെ മാറിപ്പോകട്ടെ. വാശി വൈരാഗ്യത്തിന്റെ കെട്ടുകൾ, നിരാശയുടെ കെട്ടുകൾ, വെറുപ്പിന്റെ പീഡകൾ, ലഹരി അടിമത്തങ്ങളുടെ ചങ്ങലകൾ യേശുനാമത്തിൽ അഴിഞ്ഞു. ആശാവരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും.
യേശുവെന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. യേശുവെന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണേ. യേശുവെന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. യേശുവെന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണേ. യേശുവെന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. യേശുവെന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണേ. യേശുവെന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. കുടുംബങ്ങളിൽ വിടുതലുകൾ നടക്കുന്ന സമയം ചെയ്തിടുമേ, അവൻ അതിശയവാനാണേ. യേശുവെന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. യേശുവെന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണേ. യേശുവെന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. യേശുവെന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണേ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്കുമതി, കൂടി കരമുയർത്തിയടി എനിക്കത് മതിയേ. കുടുംബങ്ങളെ കാണുന്നു. വാക്കുമതി, എനിക്കത് മതിയേ. വരുമാന മാർഗങ്ങളുടെ ഒരു മേൽ, വാക്കുമതി, കൃഷിയിടങ്ങളുടെ മേൽ എനിക്കത് മതിയേ. ദൈവശക്തി ഇറങ്ങുന്നു. വാക്കുമതി, എനിക്കത് മതിയേ. ഒരു വാക്കുമതി, എനിക്കത് മതിയേ. ഒരു വാക്കുമതി, എനിക്കത് മതിയേ. ഒരു വാക്കുമതി, എനിക്കത് മതിയേ. ഒരു വാക്കുമതി, എനിക്കത് മതിയേ. യേശുവെന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. യേശുവെന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണേ. 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 അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടട്ടെ. മരണകരമായ രോഗങ്ങളിലേക്ക് സൗഖ്യശക്തി ഒഴുകട്ടെ. തലമുറകൾ കുഞ്ഞുങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. ആരാധന 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 ഹല്ലേലൂയ 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 ഈശോയെ നന്ദി ഈശോയെ നന്ദി ശാന്തമായിരിക്കാം യേശുവേ നന്ദി ഈശോയെ നന്ദി ഹല്ലേലൂയ സന്തോഷത്തോടെ പറയാമോ ഹല്ലേലൂയ കരങ്ങൾ വീശി പറയാമോ ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ എൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ ഒരു കാരണമുണ്ട്. എന്തായിരിക്കും പറയാമോ? ഞാൻ എൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ ഒരു കാരണമുണ്ട്. പറ.
ബൈബിളിൽ പ്രകാരം പറയുന്നു. ദാനിയേലിൻ്റെ പുസ്തകം 14-ാം അധ്യായം 25-ാം വാക്യം. ദാനിയേൽ പറഞ്ഞു, ഞാൻ എൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ കാരണം അവിടുന്ന് ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദാനിയേൽ പറയുക, ഞാൻ എൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ കാരണം അവിടുന്ന് ജീവിക്കുന്ന ദൈവമാണ്. സ്നേഹമുള്ളവരെ, 2025 വർഷങ്ങൾക്കപ്പുറം ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ച് 33 വർഷം ജീവിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് നമുക്ക് വേണ്ടി പാടുപീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് മരണത്തെ തോൽപ്പിച്ച് ഉത്ഥാനം ചെയ്ത ഒരു കർത്താവിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു കഥാപാത്രമല്ല നമ്മുടെ ദൈവം, മറിച്ച് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, വിശുദ്ധ കുർബാനയിലൂടെ, ദിവ്യകാരുണ്യ ആരാധനയിലൂടെ, വചനത്തിലൂടെ കർത്താവ് ഇന്നും നമ്മോടൊപ്പമായിരിക്കുന്നു. ഹല്ലേലൂയ. ആ ജീവിക്കുന്ന ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് സദാസമയം അവിടുന്ന് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക. സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് മനുഷ്യ മക്കളെ ഇങ്ങനെ ആഗ്രഹത്തോടെ നോക്കുകയാണ്. ആ കർത്താവിനെ ആരാധിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് യേശു കർത്താവാണെന്ന് നമ്മൾ ഏറ്റുപറയണം. യേശു ഇന്നും ജീവിക്കുന്ന ദൈവമാണെന്നുള്ള വിശ്വാസത്തോടെ, ആ ഒരു ബോധ്യത്തോടെ നമ്മൾ കർത്താവാണ്, യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച് എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. നമ്മൾ ആ കർത്താവിനെ ആരാധിക്കാനായിട്ട് നമ്മൾ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് കർത്താവിനെ ആരാധിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടിയേ തീരൂ. അവിടുന്ന് 1 കൊരിന്തോസ് 12:3 ഇപ്രകാരം പറയുന്നു, യേശു കർത്താവാണ് എന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ല എന്ന് വചനം പറയുന്നു. യേശു കർത്താവാണെന്ന് ഏറ്റുപറയണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ കൂടിയേ തീരൂ. അതുകൊണ്ട് നമുക്ക് ഈ നിമിഷം നമുക്ക് ആദ്യമായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മൾ ഏറ്റുപറയും, നമ്മുടെ രക്ഷകൻ ഇന്നും ജീവിക്കുന്ന ദൈവം കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് നമ്മൾ ഏറ്റുപറയും. അതുകൊണ്ട് കണ്ണുകളൊന്ന് അടച്ച് കരങ്ങളൊന്ന് തുറന്നു പിടിച്ച് പരിശുദ്ധാത്മാവേ നമ്മളിലേക്ക് എഴുന്നള്ളി വരണമേ എന്നൊന്ന് ആഗ്രഹിച്ച്, ഓ പ്രിയ പരിശുദ്ധാത്മാവേ എൻ്റെ ഹൃദയത്തിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. ഓ പരിശുദ്ധാത്മാവേ, അവിടുന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്നൊന്ന് ആഗ്രഹിച്ച് നമുക്കൊന്ന് സ്തുതിച്ചേന്ന്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഒന്ന് ആഗ്രഹിച്ചൊന്ന് സ്തുതിച്ച്, ഓ പ്രിയ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ, കടന്നു വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ നിന്റെ അഭിഷേകം ഞങ്ങളിലേക്ക് പകരണമേ. ഓ പ്രിയ പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ. ഓ പരിശുദ്ധാത്മാവേ അവിടുത്തെ അഭിഷേകം എന്നിലേക്ക് പകരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, ഈശോ. ആത്മാവേ നിറയണമേ, ആത്മാവേ നിറയണമേ, ആത്മാവേ നിറയണമേ, ആത്മാവേ നിറയണമേ. ചേർന്ന് പാടാമോ? ഭാഷാവരത്തിൽ ഒന്ന് പാടി ആരാധിച്ച് പരിശുദ്ധാത്മാവ് നമ്മളെ
ഹൃദയത്തിലേക്ക് നിറയുന്ന സമയമാണ്. അവിടുത്തെ അഭിഷേകം നമ്മളിലേക്ക് പകരുന്ന സമയമാണ്. ആഗ്രഹിച്ച് പാടിക്കേ, എല്ലാവരും പാടിക്കേ. ബലപ്പെടുത്തട്ടെ നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക്. ഓ പരിശുദ്ധാത്മാവിൻ്റെ ആ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറയട്ടെ, സകലിലേക്ക് നിറയട്ടെ. പാടിക്കേ. അങ്ങയുടെ ഹിതം ഞങ്ങളിലേക്ക് ചൊരിയണമേ. അങ്ങയുടെ സ്നേഹം ഞങ്ങളിലേക്ക് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെ നിറയണമേ. ആഗ്രഹിച്ചേ പ്രിയ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ല അധികമായി എന്നിൽ നിറയണമേ. പ്രിയ പരിശുദ്ധാത്മാവേ, 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 അളവില്ലാതെ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ, അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ. നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ. ഓ, നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ. അളവില്ലാതെ, 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 അളവില്ലാതെ നിറയണമേ. ഓ, അളവില്ലാതെ നിറയണമേ. പരിശുദ്ധാത്മാവേ, കരങ്ങൾ ഉയർത്തി. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് ആഗ്രഹിച്ച് ഒന്ന് പ്രാർത്ഥിച്ചേ, ഒന്ന് സ്തുതിച്ചേ. എല്ലാ മഹത്വം കർത്താവിന് കൊടുത്തുകൊണ്ട് ഓ യേശുവേ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് നിറയണമേ, ഞങ്ങളിലേക്ക് നിറയണമേ. ഹല്ലേലൂയ. ശാലബിയ റബ 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 റബ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാലബിയ റബ ശഹറബ റബ 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 റബ. നമ്മളെ ഈ നിമിഷം നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ആരാധിക്കുമ്പോൾ കർത്താവ് നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരുമെന്ന് അവിടുന്ന് വചനത്തിൽ പറയുന്നുണ്ട്.
അവിടുന്ന് ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കപ്പെടുമെന്നും നിങ്ങളുടെ ഇടയിൽ നിന്നും രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുമെന്നെല്ലാം കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ നമ്മൾ ഈ ആരാധനയുടെ സമയത്ത് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമുക്ക് കർത്താവിന് വിട്ടുകൊടുത്തിട്ട് നമുക്ക് ഈ നിമിഷം നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് പറയാം, ഈ ദേശത്തുള്ള സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണം. അതുകൊണ്ട് നമ്മൾ സകല മനുഷ്യർക്കും വേണ്ടിയിട്ട് കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നമ്മുടെ കുടുംബത്തിലുള്ള സകല മനുഷ്യരെ നമ്മൾ നോർത്തേ, നമ്മുടെ കുടുംബത്തിലുള്ള സകല യുവജനങ്ങളെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. അവർ ആരാധിച്ചില്ലെങ്കിലും നമ്മൾ അവർക്ക് വേണ്ടി നമ്മൾ ആരാധിക്കും. അവര് ആരാധനയ്ക്ക് മടുപ്പ് കാണിച്ചെങ്കിലും, അവര് അകന്ന് മാറി നിൽക്കുവാണെങ്കിലും അവർക്ക് വേണ്ടി നമ്മൾ ആരാധിക്കും. പ്രിയപ്പെട്ടവരെ, അവർ നമ്മുടെ മക്കളാണ്. അവർ വരും തലമുറയുടെ ഭാവി വാഗ്ദാനങ്ങളാണ്. അവർ കുടുംബത്തെ നയിക്കേണ്ടവരാണ്. അവർ സഭയെ നയിക്കേണ്ടവരാണ്. ആ എല്ലാ മക്കളെയും എല്ലാ യുവജനങ്ങൾക്കും വേണ്ടി നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും കൊടുത്തുകൊണ്ട് നമ്മുടെ ഇരു കരങ്ങളും കർത്താവിൻ്റെ മക്കളിലേക്ക് ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, എല്ലാ യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കർത്താവേ. ഈശോയെ, എല്ലാ യുവജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന. ആദിനും നീയേ, അന്ത്യനും നീയേ. നമുക്ക് എഴുന്നേൽക്കാം. സന്തോഷത്തോടെ കരങ്ങൾ അടിച്ചുകൊണ്ട് ആദിനും നീയേ, അന്ത്യനും നീയേ, അത്യുന്നതനേ മിശിഹാനാഥ. ആദിനും നീയേ, അന്ത്യനും നീയേ, അത്യുന്നതനേ മിശിഹാനാഥ. കരങ്ങൾ ഉയർത്തിക്കേ, സ്തുതിച്ചേ, കരങ്ങൾ വീശി. എല്ലാ യുവജനങ്ങളെയും കണ്ടേ, അവർക്കെല്ലാം വേണ്ടി നമുക്ക് ആരാധിക്കാം. യേശുവേ. സമീപ പ്രദേശത്തുള്ള എല്ലാ മനുഷ്യരും നമുക്ക് ഓർക്കാം. ഒരുപക്ഷെ അവർക്ക് കർത്താവിൻ്റെ മുമ്പിൽ ആരാധിക്കാനായിട്ട് ഒരിക്കൽ പറ്റുന്നില്ലായിരിക്കാം. പ്രിയപ്പെട്ടവരെ, അവർ ദൈവത്തിൻ്റെ മക്കളാ, അവർ കർത്താവിൻ്റെ മക്കളാ. അവർക്ക് വേണ്ടി നമുക്ക് ആരാധിക്കണം. നമ്മുടെ സമീപത്തുള്ള എല്ലാ മനുഷ്യരെ നമുക്ക് നോർത്തി, നമ്മുടെ കുടുംബത്തിലുള്ള, നമ്മുടെ സമീപത്തുള്ള, നമ്മുടെ ദേശത്തുള്ള എല്ലാ മനുഷ്യരെ നമ്മൾ നോർത്തി. എല്ലാ വിജാതിരായ മനുഷ്യരാണെങ്കിലും അവർ ദൈവത്തിൻ്റെ മക്കളാ, കർത്താവിൻ്റെ മക്കളാ. അവർക്ക് വേണ്ടി നമുക്ക് കരങ്ങൾ ഉയർത്താം. അവർ അനുഗ്രഹിക്കപ്പെടണം, അവരുടെ തലമുറയും അനുഗ്രഹിക്കപ്പെടണം. ആരും നശിച്ചു പോകാൻ ഇടവരരുത്. കർത്താവിൻ്റെ മക്കളാണ് സകലരും. എല്ലാ മക്കളെയും, നമ്മുടെ സമീപത്തുള്ള നമ്മുടെ സകല മക്കളെയും സകല മനുഷ്യരെയും കർത്താവിൻ്റെ മക്കളിലേക്ക് ഉയർത്തിക്കൊണ്ട് അവരെല്ലാം രക്ഷ പ്രാപിക്കണമെന്നുള്ള ചിന്തയോടെ നമുക്ക് വീണ്ടും കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഈശോയെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. സകല മനുഷ്യരും രക്ഷ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരാധന. ആരാധന. പരിശുദ്ധൻ പരമശക്തൻ. ചേർന്ന് പാടാമോ? നിരന്തരം മുഴങ്ങുന്നു വാനിലേവം. ഇഹ പരമഖിലവും അഖിലേശ്വര. സന്തോഷത്തോടെ മഹിമയാൽ നിറയുന്നു നിരുപമമേ. പരിശുദ്ധൻ പരിശുദ്ധൻ പരമശക്തൻ. നിരന്തരം മുഴങ്ങുന്നു വാനിലേവം. ഇഹ പരമഖിലവും അഖിലേശ്വര. മഹിമയാൽ നിറയുന്നു നിരുപമമേ. കരങ്ങൾ ഉയർത്തി
കുടുംബങ്ങൾ ആരാധനാലയമായി മാറണം, ആരാധിക്കുന്ന സ്ഥലമായി മാറണം. നമ്മുടെ കുടുംബങ്ങളിൽ ആരാധനകൾ ഉയരട്ടെ, നമ്മുടെ ദേശത്ത് ആരാധനകൾ ഉയരട്ടെ, നമ്മുടെ ദേവാലയങ്ങളിൽ ആരാധനകൾ ഉയരട്ടെ. അപ്പോൾ നമ്മുടെ എല്ലാ പ്രതിസന്ധികളും വിട്ടുമാറും. ലോകത്തിൻ്റെ അന്ധകാരത്തിൽ നിന്നും, എല്ലാ തിന്മയുടെ ശക്തിയിൽ നിന്നും നമ്മുടെ കുടുംബവും നമ്മുടെ തലമുറയും നമ്മുടെ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കും. ആരാധനകൾ ഉയരണം. ആരാധനകൾ ഉയർന്നാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ ദേശത്തെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ഇടവകകളെയും നമ്മളെല്ലാം നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് ചേർത്ത് പിടിഞ്ഞ് കർത്താവിന് നമുക്ക് എല്ലാ മഹത്വം കൊടുത്തുകൊണ്ട് നമുക്ക് പാടാമോ? ഹല്ലേലൂയ. യേശുവേ. മാലാഖമാർ പാടിടും ആരാധന, യേശുവേ. വിശുദ്ധന്മാർ വാഴ്ത്തിടും ആരാധന. മാലാഖമാർ പാടിടും ആരാധന, ചേർന്ന് പാടാമോ? വിശുദ്ധന്മാർ വാഴ്ത്തിടും ആരാധന. എന്റെ മാർഗമവൻ, എന്റെ സത്യമവൻ, എന്റെ എല്ലാം അവൻ, അവൻ ആരാധന. എന്റെ മാർഗ്ഗമവൻ, എന്റെ സത്യമവൻ, എന്റെ എല്ലാം അവൻ, അവൻ ആരാധന. കരങ്ങൾ വീശി ഹോസാന, ഹല്ലേലൂയ. ഹോസാന, ഹല്ലേലൂയ. ഹോസാന, ഹല്ലേലൂയ. ഹോസാന, ഹല്ലേലൂയ. ഹോസാന, ഹോസാന, ഹല്ലേലൂയ. ഹോസാന, ഹല്ലേലൂയ. ഹോസാന, ഹല്ലേലൂയ. ഹോസാന, ഹല്ലേലൂയ. വീണ്ടും ഇരുകരങ്ങളും കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തിക്കൊണ്ട് ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഇത് കർത്താവിന്റെ മഹത്വം ഇറങ്ങുന്ന സമയമാ. ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. നമ്മുടെ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുന്ന സമയമാ. നമ്മുടെ ദേശത്തേക്ക് കർത്താവിന്റെ മഹത്വം ഇറങ്ങുന്ന സമയമാ. ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശ കൂടാരത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ കർത്താവിന്റെ അടുത്ത് മുഖാമുഖം പ്രാർത്ഥിച്ചപ്പോൾ ആരാധിച്ച കർത്താവിന് മഹത്വം ഇറങ്ങിയതുപോലെ നമ്മുടെ ദേശത്ത് നമ്മുടെ കുടുംബത്ത് ഇതാ കർത്താവിന്റെ മഹത്വം ഇറങ്ങാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. എന്റെ ഇഷ്ടങ്ങളൊന്നുമേ വേണ്ടെന്റെ യേശുവേ. ചേർന്ന് പാടാമോ? നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. എന്റെ ഇഷ്ടങ്ങളൊന്നുമേ വേണ്ട യേശുവേ. നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. കരങ്ങൾ വീശി ചേർന്ന് പാടട്ടെ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ആദ്യനും അന്ത്യനും Glory. നീ മാത്രമേ യേശുവേ. ഹല്ലേലൂയ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ.
കരങ്ങളിലേക്ക് കൊടുക്കാം. നമ്മുടെ കുടുംബത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ കൂടി നമുക്ക് ചേർത്ത് വയ്ക്കാം. നമ്മുടെ വിദൂര സ്ഥലത്തായിരിക്കുന്ന നമ്മുടെ മക്കളെ, ജീവിത പങ്കാളി, മാതാപിതാക്കൾ, അവരെല്ലാം നമുക്ക് ചേർത്ത് വയ്ക്കാം. അവർക്ക് വേണ്ടി നമുക്ക് ഈശോയെ ആരാധിക്കാം. അവരെ കർത്താവ് പൊതിഞ്ഞു പിടിക്കും, അവരെ സംരക്ഷിക്കും, അവരെ വഴി നടത്തും. നല്ല ദൈവമായ കർത്താവ് അവിടുന്ന് നമ്മുടെ കൂടെയുണ്ട്. ആ കർത്താവിന് നമുക്ക് എല്ലാ മഹത്വം കൊടുക്കാം. എല്ലാ മഹത്വം കൊടുത്തുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മുടെ കരങ്ങൾ കർത്താവിൻ്റെ പക്കലേക്കൊന്ന് ഉയർത്തിക്കേ. എന്നിട്ട് നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഒന്ന് ഓർത്ത് അവർക്ക് വേണ്ടിയിട്ട് യേശുവിൻ്റെ മുമ്പിൽ നമുക്ക് നിലവിളിച്ച് ഒരിക്കൽ കൂടി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, എല്ലാ മഹത്വം ഞങ്ങളങ്ങേക്ക് നൽകുന്ന കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ചേർത്ത് വയ്ക്കുന്ന കർത്താവേ, അവരെ അനുഗ്രഹിക്കണമേ. അവരെ അനുഗ്രഹിച്ച് അവിടുന്ന് ആശീർവദിക്കണമേ. അവർക്ക് ആവശ്യമുള്ളതെല്ലാം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, 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 ജീവൻ തന്ന ശാന്തമായി ഇരുന്നു കരങ്ങൾ മാറോട് ജീവൻ തന്ന കാൽവരിനാഥ, ആമേൻ, ആമേൻ. ആദിനം നീയേ, അന്ത്യനും നീയേ, അത്യുന്നതനേ, മിശിഹാനാഥ. ആദിനം നീയേ, അന്ത്യനും നീയേ, അത്യുന്നതനേ, മിശിഹാനാഥ. പുറപ്പാട് 15:2. കർത്താവിൻ്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു. അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു. അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അവിടുത്തെ സ്തുതിക്കും. അവിടുന്നാണ് എൻ്റെ പിതാവിൻ്റെ ദൈവം, ഞാൻ അവിടുത്തെ കീർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ.